നമസ്കാരം സാർ. നമസ്കാരം ബലീശ്വർ സാർ. നമസ്കാരം ഐവിദാസ്, നമസ്കാരം സാർ. ഞാൻ വിളിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വല്ലാത്ത ഒരു വിവാദം ഒക്കെ കാണുന്നുണ്ട്. അതായത് സുരേഷ് കുമാർ എന്ന നിർമ്മാതാവ്, അദ്ദേഹം പറയുന്നതിൽ വസ്തുതകൾ ഉണ്ട് എന്ന് സാധാരണ പ്രേക്ഷകനും സിനിമയെക്കുറിച്ച് അറിയുന്നവരും വിശ്വസിക്കുന്നു. എന്നാൽ ആന്റണി പെരുമ്പാവൂർ എന്ന മോഹൻലാൽ എന്ന നിർമ്മാതാവിന്റെ അദ്ദേഹത്തിന്റെ മോഹൻലാൽ തന്നെയാണ് പെരുമ്പാവൂർ സംസാരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ സാർ, ഇതില് എന്റെ ഒരു സംശയം, മലയാള സിനിമ, സാറ് നീണ്ട കാലം മലയാള സിനിമയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും താരങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു സിനിമ പ്രവർത്തകനാണ്, ലേഖകനാണ്. ഇപ്പൊ സുരേഷ് കുമാർ പറഞ്ഞതിൽ കുറേയധികം വസ്തുതകളില്ലേ? എന്താണ് സാർ താങ്കളുടെ അഭിപ്രായം? സുരേഷ് കുമാർ പറഞ്ഞതാണ് 100% സത്യം. കാരണം സുരേഷ് കുമാർ ആയതുകൊണ്ടല്ല, സുരേഷ് കുമാർ തനിച്ച് പറഞ്ഞതല്ല. അത് സിനിമാ രംഗത്തെ വ്യത്യസ്ത സംഘടനകളെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രസ് മീറ്റ് നടത്തിയിട്ട് ആരാണ് പറയേണ്ടത്, അങ്ങനെ പറയേണ്ടി വരുമ്പോഴാണ് പ്രസിഡന്റ് ഇപ്പൊ ഇല്ല, അപ്പൊ വൈസ് പ്രസിഡന്റ് വരെ ഒരാളാണ് സുരേഷ് കുമാർ. അങ്ങനെ സുരേഷ് കുമാറിനെ പറയാൻ തീരുമാനിച്ചു. സുരേഷ് കുമാർ തന്നെ ഏൽപ്പിച്ച ദൗത്യം സുരേഷ് കുമാർ പൂർത്തിയാക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു സംഘടന, ഇവിടെ നിരവധി സംഘടനകളുണ്ട്. അത് സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകളെല്ലാം ഉണ്ട്, നേതാക്കന്മാരുണ്ട്. അവർക്ക് അഭിപ്രായമുണ്ട്. ഈ എല്ലാ അഭിപ്രായങ്ങൾക്കും ഇതുമാതിരി ചൂട്ടുപിടിക്കാറുണ്ടോ? അവരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ആ അഭിപ്രായം ശരിയാണോ തെറ്റാണോ, ആ അഭിപ്രായം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. അവർ തൊട്ടടുത്തുള്ള ആൾക്കാരല്ലേ, എല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ സുരേഷ് കുമാറിനെ സംബന്ധിച്ച് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സഹായിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. വെറും പ്രൊഡ്യൂസറായിട്ട് മാത്രമല്ല, അയാൾ എല്ലാവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരാളാണത്. ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിട്ടുണ്ട്. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോ സുരേഷ് കുമാറിനോട് പ്രതി സ്നേഹം ഉണ്ടായിട്ടല്ല പറഞ്ഞത്. ആ തുടക്കം മുതലേ മലയാള സിനിമയില് കഴിഞ്ഞ കുറെ വർഷമായിട്ട് സുരേഷ് കുമാർ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട്. ദോഷം ചെയ്തിട്ടില്ല എന്നെ വിശ്വാസം. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ, ഈ നടന്മാര് കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുമെന്ന് ഇപ്പോഴല്ല പറഞ്ഞിട്ടുള്ളത്. എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ സുരേഷ് കുമാറിന് ഇന്റർവ്യൂ എടുത്ത് പലപ്പോഴും ഞങ്ങളുടെ വീക്കിലി തന്നെ പലപ്പോഴും കൊടുത്തിട്ടുണ്ട്, പല കാര്യം കൊടുത്തിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ OTT സിസ്റ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അതിൽ നിന്നും കൂടി കാശ് കിട്ടുന്നുള്ള അവർ പറയുന്നത്. പ്രതിഫലം വാങ്ങുമ്പോൾ നമ്മൾ ഒരു ടാർഗറ്റ് ഉണ്ട് സിനിമയ്ക്ക്, ഇത്ര രൂപയാണത്. നമ്മളല്ലേ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറച്ച് രൂപ ചെലവാക്കി നല്ല സിനിമകള് ഇവിടെ എടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ സിനിമയ്ക്ക് ഒരു അലിഖിതമായ നിയമമല്ലെന്ന്, ഒരു ലിഖിതമായ ഒരു നിയമം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിനാദ്യം വേണ്ടത് എന്താ? അതിനാദ്യം ഒരു സിനിമയായാലും എന്തായാലും നിർമ്മിക്കും അല്ലേ. നമ്മളൊരു ബിൽഡിംഗ് കെട്ടുക, ഒരു വീട് കെട്ടുകയാണ്. വീട് കെട്ടുമ്പോൾ ഈ വീട് നമുക്ക് 2 ബെഡ്റൂമുണ്ട്, 3 ബെഡ്റൂമുണ്ട്, ഇത്ര വേണ്ട എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും ഇല്ലേ? ആ ബഡ്ജറ്റ് എത്രയായിരിക്കും? ശരി, ഇപ്പോഴത്തെ ഒരു 2-3 വീട്ടുകാർ കൂടിയുള്ള ബഡ്ജറ്റാണ്. ശരിക്കും നമുക്ക് 1 കോടി അല്ലെങ്കിൽ 70 ലക്ഷമോ 9 കോടിയോ ഒരു കണക്കുണ്ടായിരിക്കും ഇല്ലേ? ആ കണക്കിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ച് പൈസ കൂടാം. കുറച്ച് പൈസ കൂടാന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിന്റെ ഇരട്ടിയാവുന്ന അർത്ഥമില്ലല്ലോ. ഇവിടെ സിനിമയ്ക്ക് മാത്രമേ പ്രത്യേകത, സിനിമയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് ഇപ്പോഴുണ്ടോ? ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് സിനിമ പോകുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ശരിക്കും നിർമ്മാതാവ് ഇത്ര രൂപ ചെലവഴിക്കുമ്പോൾ അതിലെ കടം വാങ്ങി എങ്ങനെയായിക്കോട്ടെ, അയാൾ തനിച്ച് എല്ലാവരും ലിക്വിഡ് ക്യാഷ് എടുക്കാനുള്ള ആൾക്കാരാവുന്നില്ല, ലിക്വിഡ് ക്യാഷ് മിക്കവരും എടുക്കൂല. അപ്പൊ അങ്ങനെ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഡയറക്ടർ ഇത്ര ലക്ഷം രൂപ, ലക്ഷങ്ങൾ ഞാൻ പറയുന്നുള്ളൂ തൽക്കാലം. ഇപ്പോ ശരി, നമ്മുടെ നായകൻ ഇന്ന ആളാണ്, ഇത്ര കോടി രൂപയാണ്. ഇത്ര കോടി രൂപ എന്ന് പറയുമ്പോൾ അത്ര കോടി ഇവർ എഗ്രിമെന്റിൽ കാണിക്കുന്നുണ്ടോ, കണക്കിൽ കാണിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഇപ്പൊ നമ്മൾ മറ്റ് തമിഴ്, തെലുങ്ക്, മറ്റ് ഭാഷ ഒന്നും എടുക്കുന്നില്ല. അവിടെയൊക്കെ വേറെ സ്റ്റൈലാണ്, വേറെ ഗ്രൂപ്പാണ്. ഇവിടെ മലയാള സിനിമയിൽ താങ്ങാവുന്നതിൽ ഇത്ര ഒരു ചെറിയ ഒരു സ്ഥലമേ മലയാള സിനിമയ്ക്കുള്ളൂ. തിയേറ്ററിൽ അത് ഓടി വിജയിക്കണമെന്നില്ല. ചിലപ്പോൾ വിജയിച്ചു. അപ്പോൾ നമ്മൾ മമ്മൂട്ടിക്ക് കൊടുക്കുന്ന എത്രയാണ്? ശരി, മമ്മൂട്ടിയുടെ എമൗണ്ട് നമുക്കറിയില്ല. കാരണം എന്താ പറയാ, അവര് പറയുന്നത് വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഈ മോഹൻലാല് എത്ര മേടിക്കുന്നു, ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റും പറഞ്ഞ് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഇവരൊക്കെ ഈ പണം വാങ്ങി ഇതെല്ലാം ചെയ്തു. ആ സിനിമയിൽ എത്ര സിനിമ വിജയിക്കും? നമ്മൾ കണക്കെടുക്കുമ്പോൾ ഇവരുടേതായിട്ടുള്ള എത്ര സിനിമകൾ തിയേറ്ററിൽ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടിയിട്ടുണ്ട്, അത് ആലോചിക്കണ്ടേ? കാരണം ഒരു കണക്കും പ്രകാരം, ഇപ്പോഴത്തെ രീതിയിൽ കണക്കും പ്രകാരം 27% മാത്രമാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുകയുള്ളൂ.
അത് ലാഭം വളമായാൽ ചിലപ്പോൾ നഷ്ടം വളാം അല്ലെ. പൈസ കൂടുതൽ ചെലവഴിച്ചാൽ നഷ്ടം വരുമുള്ള കാര്യം യാതൊരു സംശയമില്ല. ബാക്കി 27% എന്ന് പറയുമ്പോൾ ബാക്കി 63% പ്രൊഡ്യൂസർക്കുള്ളതല്ല അല്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കണക്കുകൾ കൂട്ടുന്നത്, കണക്ക് കൂട്ടുമ്പോൾ കണക്ക് കൃത്യമായിട്ട് വരാറുണ്ട് ഇവിടെ, കണക്കാരും കൃത്യമായിട്ട് വരാറില്ല എന്നുള്ളത്. ഈ പ്രൊഡ്യൂസർമാർ ഇപ്പൊ പറയുമ്പോൾ തന്നെ അവരെങ്കിലും ഇപ്പോഴെങ്കിലും, ഞാനിപ്പോ കുറെ ദിവസമായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും വീണ്ടും വീണ്ടും ഉന്നയിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ പറയൂ നിങ്ങൾ എത്രയാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ കൊടുത്ത തുക പറഞ്ഞാലേ അത് കൂടുതലാണോ കുറഞ്ഞാണോ, എത്ര വർഷം മുമ്പാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, അത് ഓരോരോ സിനിമ വിജയിക്കുമ്പോൾ ഒരു പൈസ വാങ്ങുകയാണോ, ഇതൊന്നും അവർ മറുപടി പറയുന്നില്ല. അപ്പൊ പിന്നെ നമ്മളെങ്ങനെയാ അത് കൂടുതലാണെന്ന് പറയാ? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് വർഷങ്ങളായിട്ടുള്ള ഇവിടെ ഒരു കളിയുണ്ട് പറയാം, ഗവൺമെന്റിനെ പറ്റിക്കുന്ന ഒരു കളി സിനിമാ രംഗത്ത് എപ്പോഴും നടക്കാറുള്ളതാണ്. കാരണം എന്താ, അത് കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതാണ്. കള്ളപ്പണം വെളുപ്പിക്കുമ്പോൾ ആ കാര്യം തുറന്നു വരണ്ടേ? ഇപ്പൊ മമ്മൂട്ടി വാങ്ങുന്ന കോടികളിൽ എത്ര വൈറ്റ് ഉണ്ട്, എത്ര ബ്ലാക്ക് ഉണ്ട്, മോഹൻലാൽ എത്ര വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഇങ്ങനെ ഓരോ നടന്മാരും നടികളും ആരായാലും എല്ലാവരും ഇപ്പോൾ ഏകദേശം 3-4 നടന്മാരെ മാത്രമല്ല, സംവിധായകരും ആരായാലും വാങ്ങുന്ന എല്ലാവരും ബ്ലാക്കും വൈറ്റും വെച്ച് മേടിക്കുന്നത്. അല്ലാതെ വാങ്ങുന്ന ആരെങ്കിലും ഒരാളെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. പിന്നെ സിനിമ വിജയിച്ചോ വിജയിച്ചില്ല അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാസത്തിലും കൃത്യമായിട്ട് ഈ സിനിമ ഇന്ന തിയേറ്ററിൽ ഇത്ര കളക്ഷൻ വന്നിട്ടുണ്ട്. ആ സിനിമ വിജയിക്കാത്ത സിനിമ വിജയിച്ചു എന്ന് പറഞ്ഞതിനാ? അത് വിജയിച്ചു എന്ന് പറയുമ്പോൾ നഷ്ടം പ്രൊഡ്യൂസർക്കും ലാഭം നടന്മാർക്കും മാത്രമാണ് ആലോചിക്കുന്നത്. അവരിങ്ങനെ അവരുടെ എല്ലാ സിനിമകളും വിജയിച്ച് അവരാണ് ഇത് സിനിമയുടെ ആളെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന് പേരില്ല, അതിന് വരുന്ന വേറൊരു പുതിയ പ്രൊഡ്യൂസർ ആണെങ്കിൽ അവരുടെ കാശ് കൂടുതൽ മേടിക്കാന്നുള്ളത്. നമ്മളൊന്ന് നോക്കൂ. ഓക്കെ, ഈ അയ്യപ്പദാസ് വേറൊരു കാര്യം ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് സിനിമ കാണുന്നവരാണ്. ഞാൻ മലയാള സിനിമ പഠിക്കുന്ന ഒരാളെ മാറിയേക്ക്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പഴയ സിനിമകൾ കാണുമ്പോൾ സന്തോഷമുണ്ട്. പഴയ പാട്ടുകളാണ് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പഴയത് നമ്മൾ ഓൾഡ് ഈസ് ഗോൾഡ് പോലെ തന്നെയാണതില്ലേ. അന്നൊക്കെ എടുത്ത സിനിമ വളരെ ചെലവ് ചുരുക്കി എടുത്ത സിനിമയാണ്. ഇപ്പൊ അത് പറ്റില്ല, പോട്ടെ. പക്ഷെ നമ്മൾ വേറൊരു കൂടി ആലോചിക്കേണ്ടത്, നമ്മൾ ആദ്യം നിങ്ങൾ കോസ്റ്റ് തീരുമാനിക്കണം. കോസ്റ്റ് തീരുമാനിച്ചാൽ എഗ്രിമെന്റ് ഒക്കെ മുമ്പ് സമരം നടത്തിയപ്പോ എല്ലാവരും എഗ്രിമെന്റ് സൈൻ ചെയ്യണം എന്നുള്ളൊരു ഉണ്ടാകും. അതിനുവേണ്ടി സമരം നടത്തിയിട്ടുണ്ട്. ഇവിടെ എഗ്രിമെന്റ് വെക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് എഗ്രിമെന്റ് വെക്കാത്തത്? ഇവിടെ ആരെങ്കിലും എഗ്രിമെന്റ് വെക്കും? പാവങ്ങൾ ഏതെങ്കിലും ഒരു പാവത്താൻ എഗ്രിമെന്റ് വെക്കുന്ന വെച്ചിട്ട് ഈ സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളുമാരൊക്കെ ആ എഗ്രിമെന്റ് വെക്കുന്നുണ്ടോ? അവർ എഗ്രിമെന്റ് ഒന്നും വയ്ക്കുന്നില്ല. കൊണ്ടുവരേണ്ട കാര്യട്ടെ. ഏതെങ്കിലും ഒരാള് എഗ്രിമെന്റ് കൃത്യമായി സത്യസന്ധമായിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്തൊന്ന് കാണിക്കട്ടെ. കാണിക്കാൻ പറ്റുമോ? കാണിക്കില്ല എന്നാലോചിക്കണം. അത് അവരുടെ രീതിയാണ്. അവർ ബഹുഭാഷകളിൽ അഭിനയിച്ചുകൊണ്ട് പണമുണ്ടാക്കി മലയാള സിനിമയിൽ അവരാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാലോചിക്കണം. അതിന് എറാമൂളിയായിട്ട് വേറെ കുറെ ആൾക്കാരുണ്ട്. ഇത് സിനിമയിൽ നടക്കുന്ന കാര്യം. നമ്മൾ സിനിമയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, അല്ലേ? ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ സുരേഷ് കുമാർ ഇപ്പൊ ശരിക്കും ഒറ്റപ്പെട്ടില്ലേ? ലിബർട്ടി ബഷീർ വരെ കളം മാറ്റി ചവിട്ടിയിരിക്കാന്നല്ലേ സാറേ? അല്ല, നമ്മള് ഇതിൽ വ്യക്തിപരം ആര് കളം മാറി എന്നുള്ള അത് ഓരോരുത്തരുടെ, ഞാൻ ആ വ്യക്തിപര പരാമർശത്തിൽ പോവില്ല. പക്ഷെ സുരേഷ് കുമാർ ഒറ്റപ്പെട്ടു എന്നുള്ളത് സ്വപ്നം കാണുന്ന ആൾക്കാരാണെന്നറിയാം. സുരേഷ് കുമാർ എങ്ങനെ ഒറ്റപ്പെടുക? സുരേഷ് കുമാറിന് തനിച്ചൊരു തീരുമാനമല്ലല്ലോ അത്. സുരേഷ് കുമാർ എന്താ പറയാ, സെഫ്കെ മെമ്പർമാരുണ്ട് ഇവിടെ, തിയേറ്റർ ഉടമകളുണ്ട് ഇവിടെ, വിതരണക്കാരുണ്ട് ഇവിടെ, നിർമ്മാതാക്കളുണ്ട് ഇവിടെ. ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ അത് ജൂൺ 1 മുതൽ സമരം ചെയ്യുന്ന വെച്ചാല് ആ ജൂൺ മാസത്തിൽ ഇത്രയും മാസങ്ങളില്ലേ, അതിനു മുൻപ് ഈ ചർച്ചകളുണ്ടായിരിക്കും. ഏത് സമരത്തിന് മുമ്പ് ചർച്ചകൾ, ഏതെല്ലാം രീതിയിൽ ചർച്ചകളുണ്ടായിരിക്കും. ആ ചർച്ചകളിലൂടെ പരിഹരിക്കും. ഇവിടെ ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞ ആൾക്കാർ തീരുമാനിക്കുന്നത് എന്താണെന്ന് അറിയണം. ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാനുള്ളതാ, ഈ പീക്ക് പീരീഡിൽ നിൽക്കുന്ന നടന്മാരെതിരാണ് സിനിമ നിർമ്മിക്കുന്നത്. അവരെന്താണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്, അവരെന്താണ് തിയേറ്റർ ഉണ്ടാക്കുന്നത്. അതൊരു മൊണോപ്പൊളി ആയിട്ട് വളർന്നതല്ലേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സിനിമ നിർമ്മിക്കേണ്ട നിർമ്മാതാക്കൾ ആരാണ്, നടന്മാരാരാണ്? അവർ ഫീൽഡിൽ ഒരു കാര്യം, താങ്കൾ ഈ പറഞ്ഞ കാര്യം വളരെ പോയിന്റാണ്. അതായത് ഇപ്പൊ മലയാള സിനിമയിൽ നിർമ്മാതാക്കളില്ല, താരങ്ങൾ തന്നെ നിർമ്മിക്കുന്നു, താരങ്ങൾ വിതരണം ചെയ്യുന്നു. ഇപ്പൊ മമ്മൂട്ടിക്ക് കമ്പനി, മോഹൻലാലിന്റെ സിനിമാ കമ്പനി വേറെ,
പൃഥ്വിരാജിന് വന്നിരിക്കുന്നു. അപ്പൊ മലയാള സിനിമ അല്ല, കുറെ പേരുണ്ട്. അല്ല, ഞാൻ പറയുന്നറിയാ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ വളർത്തി വലുതാക്കിയ ആൾക്കാരുണ്ട് ഇവിടെ അല്ലേ? അവരിവിടെ ഗതികെട്ട് നടക്കുകയാണത്. അപ്പൊ നിങ്ങളെ വളർത്തി വലുതാക്കുമ്പോ അവർക്ക് കുറെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പഴെ മമ്മൂട്ടി ആയാലും മോഹൻലായാലും അഭിനയിച്ച എല്ലാവരും ഹിറ്റാണോ? അവരെ ആദ്യകാലത്ത് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇവരെ പടങ്ങൾ വിജയിക്കുമെന്ന് വിചാരിച്ചല്ല ഒരു പ്രൊഡ്യൂസർ എടുത്തിട്ടുള്ളത്. അവർക്ക് നഷ്ടം. അങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർക്ക് ഒരു ഡേറ്റ് കൊടുക്കുക. നിങ്ങൾ ഓരോർക്ക് ഡേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് അഭിനയിച്ചാൽ പൈസ കിട്ടില്ലേ? അതല്ലേ ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ അവര് തീരുമാനിക്കും ഏത് പ്രൊഡ്യൂസർക്കാണ് ഇപ്പൊ വില സിനിമാ രംഗത്ത്. ഒരു മുറുക്കാൻ കച്ചവടം വിടുന്ന ഒരു ഷോപ്പുകാരൻ അവനെന്റെ സ്ഥാപനത്തിന്റെ ഉടമയാണല്ലേ? ഒരു മുറുക്കാൻ കടക്കാരൻ മാത്രം മതി. ചെറുതായി കാണുമല്ല, അവർക്ക് പോലെ എന്റെ അവകാശവും അധികാരമുണ്ട്. ഇവിടെ സിനിമ നിർമ്മിക്കാൻ പറ്റുന്ന ഇപ്പൊ ഏത് നിർമ്മാതാവിന് ഒരു വിലയുണ്ടെന്ന് ആലോചിക്കണം. അവന്റെ കാശ് വാങ്ങുക, അവർക്ക് ഇഷ്ടമുള്ള ചെയ്യുക. സിനിമയിൽ ഒരു ഗ്രൂപ്പുണ്ട്. സിനിമയെ നിയന്ത്രിക്കുന്ന ആരാ? സിനിമയെ നിയന്ത്രിക്കുന്നത് ഈ രാജാക്കന്മാരെന്ന് സ്വയം പരിവേഷം പോലും കുപ്പായം തുന്നിയിട്ട് ആൾക്കാരാണെന്ന് ആലോചിക്കണം. അവര് തീരുമാനിക്കും എന്ത് വേണം എന്നുള്ളത്. അറിയോ? സാർ പറഞ്ഞ ഒരു കാര്യത്തോട് പൂർണ്ണമായി ഞാനും യോജിക്കുന്നു. കാര്യം ഇവരെല്ലാം സൂപ്പർ സ്റ്റാറുകളായി തുടക്കം മുതലേ ഉള്ള സിനിമകളെല്ലാം തന്നെ വിജയിച്ചിട്ടില്ല. എത്രയോ നിർമ്മാതാക്കളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ സിനിമകൾ ഇവർ കാരണം ഉണ്ടായിട്ടുണ്ട്. അത് അപ്പോഴും മാത്രം ഇപ്പോഴും ഇല്ലേ? ഞാൻ ഇപ്പൊ സത്യത്തിൽ ഈ പ്രശ്നമൊക്കെ തുടങ്ങാൻ കാരണം ഈ സുരേഷ് കുമാർ പറഞ്ഞ വാക്ക് വെച്ചാല് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇയാൾക്ക് ഇറങ്ങി ഇല്ലേ? ഈ സിനിമ ബമ്പർ ഹിറ്റാണ്, 100 കോടി ആൾക്ക്, അങ്ങനെ ഒരു പ്രചരണം വന്നപ്പോഴാണ് കണക്കെടുത്തപ്പോ ആ സിനിമ പൊളിഞ്ഞിരിക്കുകയാണെന്ന് ആലോചിക്കണം. ഇത് പറഞ്ഞതാണ് സത്യത്തിൽ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം. ഞാൻ അന്വേഷിച്ചപ്പോൾ ഉണ്ടായ കാരണം പ്രശ്നം കൂട്ടത്തിൽ മറ്റു വന്നു മാത്രമല്ലോ. അപ്പൊ ആ സിനിമ പരാജയപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഈ സിനിമ വിജയിച്ചുകൊണ്ടിരിക്കുകയാണത്. അപ്പൊ അത് അറിഞ്ഞാൽ അവരെ മാർക്കറ്റ് ഇടിയും തുടർന്ന് വരുന്ന പടങ്ങളെയും ബാധിക്കും എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, അവരവരുടെ ജോലി എന്ന് പറഞ്ഞാല് അവരെടുക്കുന്ന പ്രൊഡക്റ്റാണ്. എല്ലാ സിനിമകളും വിജയിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാം ഒരു കാര്യം വിജയിക്കുന്നില്ല. ചിലപ്പോൾ ചില നല്ല പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലർ ആവുന്നുണ്ട്. ഒരു എഴുത്തുകാരന്റെ എല്ലാ പുസ്തകങ്ങളും ബെസ്റ്റ് സെല്ലർ ആവണമെന്നില്ല. ഉണ്ടോ? ഒരു ഗവൺമെന്റ് തന്നെ എടുക്കുക, വരുന്ന എല്ലാ ഗവൺമെന്റ് ഭരിക്കുന്ന എല്ലാ ഭരണം 100% സക്സസ് ആവുന്നില്ല. എല്ലാം പരിമിതികളുണ്ടായിരിക്കാം. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ എല്ലാം അങ്ങനെയാണെന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് കുമാർ ഒരു കാര്യം കൂടി പറഞ്ഞത്. ഞങ്ങളടക്കം പറയുന്നത് കണക്കുകൾ കൃത്യമായിട്ട് വേണം. കണക്ക് പറയുമ്പോൾ എന്താ വിഷമിക്കണം? എന്തിനാ നിങ്ങൾ ചെലവഴിച്ചിട്ടുള്ളതല്ലേ? നിങ്ങളുടെ പടം പൊളിഞ്ഞിരിക്കുന്നു എന്ന് കണക്ക് വിഷമിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ ലാഭം കിട്ടിയിരിക്കുന്നു, അതും കണക്ക് വരുമ്പോഴല്ലേ? അപ്പൊ ഓരോ തിയേറ്ററിലും കളിക്കുന്ന സിനിമയുടെ കളക്ഷൻ ബേസിൽ മാസം ഇവർ സത്യസന്ധമായിട്ട് ചാർട്ട് തയ്യാറാക്കണം. പക്ഷെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഈ നിർമ്മാതാക്കളും പഴയതുപോലെ തന്നെ ആകുന്നതാണ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഈ നിയമമൊക്കെ മുമ്പുള്ളതാണ്. ഇത് തൽക്കാലം ചില സൗന്ദര്യപ്പണക്കൾ, ഇതൊരു ചില സൗന്ദര്യപ്പണക്കൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഈ ബഹളമുണ്ടാക്കി അതൊരു കോംപ്രമൈസ് വരുമ്പോഴെന്താ? അപ്പൊ ഒന്ന് പറഞ്ഞു, താരങ്ങള് സിനിമ നിർമ്മിക്കാൻ പാടില്ല, അപ്പൊ അത് കോംപ്രമൈസ് മാറും. പിന്നെ കണക്കുകൾ അവതരിപ്പിക്കാൻ പാടില്ല. ഈ 2 കാര്യങ്ങളെ ഇവർക്ക് ആവശ്യമുള്ളൂ. പക്ഷേ കണക്കുകൾ പ്രൊഡ്യൂസർമാരും അവതരിപ്പിച്ചില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ കുറെ ആൾക്കാരായിട്ട് പറഞ്ഞു, തിയേറ്ററിൽ നിന്ന് കൃത്യമായിട്ട് കണക്കുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന സിനിമയുടെ വരുമാനം ഇത്രയാണ്, ചെലവ് ഇത്രയാണ് എന്നുള്ളത് പരസ്യപ്പെടുത്തേണ്ടി വരും. അതിന് വേറൊരു മൂവ്മെന്റ് കൂടി ഉണ്ടാക്കേണ്ടി വരില്ലേ? ഇത് സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയം പറയല്ല. ഏത് ഗവൺമെന്റ് വന്നാലും ആ ഗവൺമെന്റിലേക്ക് കിട്ടേണ്ട വലിയൊരു ശതമാനം എമൗണ്ട് ഉണ്ട്. അതാണ് ഈ ബ്ലാക്ക് മണി, കള്ളപ്പണത്തിലൂടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന. ഈ കള്ളപ്പണം ഇനിയും ഇവരെ കൊണ്ട് വർദ്ധിച്ചുണ്ടാക്കണോ? ഇവർക്ക് മാത്രം കുറെ പേര് സുഖസൗകര്യം ഉണ്ടാക്കി കൊടുക്കണോ എന്ന് നമ്മൾ ആലോചിക്കണം. മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ പറയട്ടെ, ഞാനൊരു വീട് വെക്കാൻ പോവാണ്. ഒരു ഉദ്യോഗസ്ഥനാണ് വീട് വെക്കാൻ പോവാണെങ്കിൽ ഈ വീട് വെക്കാൻ പോകാനുള്ള എമൗണ്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നൊരു ചോദ്യം വരും ഇല്ലേ? നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ ലോണിന് യോജിച്ച് കൊടുക്കും. ഞാനൊന്നുമില്ലാത്ത സുപ്രഭാതത്തിൽ വന്നിട്ട് 50 കോടിയുടെ സിനിമ നിർമ്മിക്കുന്നു, 4 പടം അങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ഇവിടെ ആരാ ചോദിക്കുന്നേ? ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇയാൾക്ക് ഈ പണത്തിന്റെ സോഴ്സ് എവിടെയെന്ന് അന്വേഷിക്കുന്നുണ്ടോ? ഇതൊന്നും നോക്കാറില്ല ഇവിടെ. അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു തരം, അതായത് സിനിമാ രംഗത്തെ കുറച്ചു പേരെ വെള്ള പൂശിക്കൊണ്ട് അവർ ചെയ്യുന്ന അനീതികളെ കണ്ണടച്ചുകൊണ്ട് നിൽക്കുന്ന ഭരണകൂടത്തിന്റെയും പ്രതിപക്ഷത്തിന്റെ ആയാലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും, ഇതിലിപ്പോ ആരും മോശക്കാരില്ല. എല്ലാവരും ഇവരുടെ ആരാധകരായി തീർന്നിരിക്കുന്നു ആലോചിക്കണം. അത് ജനത്തിനറിയാം. പക്ഷെ നമുക്ക് വേണ്ടത് നല്ല സിനിമ വേണം. സിനിമയിൽ കള്ളത്തരം പറയാൻ പാടില്ല.
സിനിമയിൽ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് വെളിവാക്കണം. ഇതൊക്കെ വേണം അല്ലേ? ഇഡി എല്ലാത്തിലും കീറിറങ്ങുന്നത്, ഇവിടെ ഇവരൊന്നും കീറിറങ്ങാത്തത്. അതെ സാർ. അപ്പൊ ഏതായാലും സാറ് പറയുന്നത് സുരേഷ് കുമാർ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്നാൽ പിന്നെ ആന്റണി പെരുമ്പാവൂർ തിരിച്ച് മറുപടി പറയുന്നു, ഇതെല്ലാം വെറുതെ ഒരു ചായക്കോപ്പയിലെ പിന്നെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെ, വെറുതെ ഇവർ തമ്മിലുള്ള ഒരു ഇത് 2 ദിവസം കഴിഞ്ഞ് കാരണം അവർ കൈ കൊടുത്തു. മാത്രമല്ല ഞാനിപ്പോഴും എനിക്ക് സുരേഷ് ഒന്നും മനസ്സിൽ വെക്കുന്ന ആളല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അല്ല ഞാൻ ആന്റണി പെരുമ്പാവൂർ കുറ്റം പറയുന്നവരുടെയാ. ആന്റണി പെരുമ്പാവൂര് ഇത് മലയാള സിനിമയിലെ കഴിഞ്ഞ 25 വർഷമായിട്ട് നിൽക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണത്. അയാള് നിർമ്മിക്കുന്ന ഒരു പടത്തിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത അവർക്കുണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ നമ്മൾ പറയുമ്പോൾ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞുകൊണ്ട് ഞാൻ സാർ, ഈ പറയുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന്റെ ലൂസിഫറിന്റെ 2ാം ഭാഗം എമ്പുരാൻ എന്നല്ലേ സിനിമയുടെ പേര്. അതെ അതെ. ആ സിനിമ ഇറങ്ങുന്നതിൽ ഉള്ള അതിനകത്തുള്ള ഒരു രാഷ്ട്രീയമാണ്. ആ സിനിമയുടെ റിലീസിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു അതിന്റെ പിറകിൽ എന്തെങ്കിലും ഒരു കുതന്ത്രമാണോ സാർ ഈ ബാക്കി ചർച്ചകളൊക്കെ? അത് അല്ലല്ലോ. കാരണം അത് മാർച്ച് 27 ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് 27 ഡേറ്റ് തീരുമാനിച്ചതിന് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണത്. ഇവര് സമരം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ജൂൺ 1-നാണ്. അതായത് പിന്നീട് 2 മാസം കഴിഞ്ഞിട്ടാണെന്ന് അറിയിക്കണം. സിനിമയ്ക്ക് ദോഷം വരാവുന്ന ഒരു കാര്യവും ഇവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. സിനിമകൾ ഒരു സിനിമയ്ക്ക് ദോഷം ഉണ്ടാവാനും പാടില്ല. കാരണം സിനിമ എല്ലാം വിജയിക്കേണ്ടതാണ്, സിനിമ പരാജയപ്പെടാൻ പാടില്ലാണത്. ഇതങ്ങനെ ആയിരിക്കില്ല. ഇതിന്റെ ഇന്നർ പൊളിറ്റിക്സ് എന്താണെന്നത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് മൊത്തത്തില് ഇത് അമ്മയുടെ പ്രശ്നമാണെന്നോ ഫെഫ്കയുടെ പ്രശ്നമാണെന്നോ അങ്ങനെയൊന്നും അല്ലത്. ഇത് ചില വ്യക്തികളിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ശരിക്കും ഇത് വന്നിരിക്കുന്നു ആലോചിക്കണം. അതിപ്പോ തീരും, നോക്കിക്കോ, തീരാതെ പറ്റില്ല എന്നാലോചിക്കണം. ഈഗോ. പക്ഷേ തീരുമ്പോൾ എനിക്ക് സമയക്കുറവ് മൂലമാണ് എനിക്ക് താങ്കളോട് മറ്റു ചില വിഷയങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ പോണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ സാറിനെ വിളിക്കുന്നതാണ്. എനിക്ക് സൂപ്പർ താരങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് താങ്കൾ മമ്മൂട്ടിയെ കുറിച്ചൊക്കെ ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞതായിട്ട് കേട്ടറിഞ്ഞു. അല്ല, അത് വേറെ കാര്യത്തില് എനിക്ക് അനുഭവമുള്ള അഭിപ്രായങ്ങളെ പറയുന്നുള്ളൂ. ഞാൻ ആരും കരിവാരി തേക്കാൻ പറയണമല്ല, ബോധപൂർവ്വം പറയുന്നതല്ല, ശത്രുതാപനമൊക്കെ പറയുന്നതല്ല എന്നറിയിക്കണം. അപ്പൊ അത് കുറെ പറഞ്ഞു. കാരണം ഇന്നയാളെ മാത്രം കുറ്റപ്പെടുത്താനുള്ളതല്ല, ഞാൻ ഇൻഡസ്ട്രിയുടെ പുരോഗതിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചോദ്യം അവസാനം, ഈ നമ്മുടെ സംസാരത്തിന്റെ അവസാനം ഞാൻ കൊണ്ട് എത്തിച്ചത്. സാർ ഒരു സൂപ്പർ താരത്തെ കുറിച്ച്, ഞാൻ ആ പേര് പറയുന്നില്ല, സാർ പറയുകയാണെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂ. കാര്യം അത്തരത്തിലെ അനുഭവം ഒരു ചെറിയ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ സൂപ്പർ സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറിച്ച് ലാലിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം എനിക്ക് ഉണ്ട് താനും പറയാനായി.